ഇപ്പോൾ ഹൊസെ മൊറീനോ പറഞ്ഞ സംഭവമുണ്ട്. ഹൊസെ മൊറീനോ പറഞ്ഞൊരു ഫേമസ് കോട്ട് ഉണ്ട്. അതായത് നിങ്ങൾ റൊണാൾഡോനെ വെറുക്കുകയാണെങ്കിൽ അതിൽ രണ്ട് കാരണങ്ങളേ ഉള്ളൂ. നിങ്ങൾ റൊണാൾഡോനെ വെറുക്കുകയാണെങ്കിൽ രണ്ട് കാരണങ്ങളേ ഉള്ളൂ. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഫേവറേറ്റ് ടീമിനെ റൊണാൾഡോ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഹ്യൂമിലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ റൊണാൾഡോ ആ ടീമിനെതിരെ അടിച്ച് അണ്ണാക്കി കയറ്റിയിട്ടുണ്ടാവും. അത് നിങ്ങൾക്കാണ് വിഷമമായിട്ടുണ്ടാവും. ഇപ്പം നമുക്കാണെങ്കിലും അങ്ങനെ തന്നെ ആണല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളികൾ കാണുകയാണെങ്കിൽ, ഏത് ടീമിൻ്റെ കളി കാണുകയാണെങ്കിലും ഇപ്പോൾ എതിർ ടീമിലത്തെ റോയ് കൃഷ്ണ നമ്മുടെ ടീമിനെ കുറേ അടിച്ച് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റോയ് കൃഷ്ണനോട് ദേഷ്യം ഉണ്ടാവും. നായിനെ കൊണ്ട് തോറ്റല്ലോ. സംഭവം അടിപൊളി പ്ലെയറാണ്, പക്ഷെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവന് നമ്മുടെ ടീമിനോട് അത്ര വലിയ സംഭവം ചെയ്തിട്ടുള്ളത്, നമുക്കൊരു ഡിസ്ട്രക്ഷൻ കോസ് ചെയ്തിട്ടുള്ള ആളാണ് ഈ പ്ലെയറാണ് ഈ റോയ് കൃഷ്ണ. അപ്പോൾ ആ ഒരു ലൈനിൽ നമ്മൾ ചിന്തിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഹി മൈറ്റ് ബി ബെറ്റർ ദാൻ യുവർ ഫേവറേറ്റ് പ്ലെയർ. അവൻ എന്ത് ചെയ്യും, റൊണാൾഡോ എന്ന് പറഞ്ഞാൽ എന്താവും നിങ്ങളുടെ ഫേവറേറ്റ് പ്ലെയർ. അപ്പോൾ നെയ്മർ ആയിക്കോട്ടെ, മെസ്സി ആയിക്കോട്ടെ, അവരെ കാട്ടി എന്തായിരിക്കും ബെറ്റർ ആയിരിക്കും. കറക്റ്റാണ്, ഹൊസെ മൊറീനോ പറഞ്ഞാൽ കറക്റ്റാണ്. ഈ രണ്ട് റീസൺ അല്ലാണ്ട് റൊണാൾഡോനെ നിങ്ങൾക്ക് വെറുക്കാൻ വേറെ റീസൺ ഇല്ല. വെറുക്കാൻ ഞാൻ പറഞ്ഞത് റൊണാൾഡോ ബെറ്റർ ആണോ ഒരു ഡിസ്കഷൻ വേറെയാണ്. ഞാൻ പറഞ്ഞത് റൊണാൾഡോനെ വെറുക്കാൻ നിങ്ങൾക്ക് രണ്ട് കാരണങ്ങളുള്ളൂ. ഒന്ന് പറഞ്ഞാൽ റൊണാൾഡോ നിങ്ങളെ ഫേവറേറ്റ് പ്ലെയറെ കാട്ടി ബെറ്റർ ആവും, അല്ലെങ്കിൽ നിങ്ങളെ ടീമിനെ റൊണാൾഡോ ഊമ്പിച്ച് വിട്ടിട്ടുണ്ടാവും. അതിനെ പറ്റി എന്തെങ്കിലും പറയണ്ട?